കള്ളന്മാരെ പിടിക്കുന്നതിലും പ്രയാസമാണല്ലോ അപ്പുക്കുട്ട തന്നെ ഒന്ന് പിടിക്കാൻ. യെസ് സർ. തന്നെ എനിക്കിപ്പോ അർജന്റായിട്ടൊന്ന് വേണം. ഒരു ചെറിയ കേസാ, പക്ഷെ തന്റെ ഫുൾ അറ്റൻഷൻ വേണം. ഐജിക്ക് നേരിട്ട് എന്ന പരാതിയാ. താൻ കേട്ടിട്ടില്ലേ, പേരെടുത്ത ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, പോപ്പ് മ്യൂസിക്കാരി മെർലിൻ. യെസ് മെർലിൻ സർ, കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ചെറുപ്പക്കാരൻ അവരെ സ്ഥിരമായി ശല്യപ്പെടുത്തുന്നു. അവർക്ക് പ്രോഗ്രാം നടത്താൻ പറ്റുന്നില്ല, എവിടെ പോയാലും അവൻ പിറകെ നടക്കുക അത്രേ. ഏതോ ഒരു രമേശ്. വല്ല മെന്റൽ കേസുമായിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ്. താൻ കണ്ടിട്ടുണ്ടോ മെർലിനെ? നോ സർ. ഷീസ് ടു യങ്. ചെറുപ്പക്കാരിയാണ്. തൊപ്പി ഊരിക്കോട്ടെ സാർ. എന്തോ? തൊപ്പി ഊരിയിട്ട് പറയട്ടെ സാർ. വേണ്ട, ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ മതി. ആ, എന്നാ പറഞ്ഞോളൂ. അല്ല, അവര് ചെറുപ്പക്കാരിയാവുമ്പോ അവൻ പുറകെ നടക്കുന്നതിന്റെ ഉദ്ദേശം ലതു തന്നെ ആയിരിക്കുമല്ലോ. താൻ കവടി നിരത്തണ്ട. യെസ് സാർ. ഈ മെർലിൻ ഒരു പ്രോഗ്രാമിനായി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ സാർ. അവര് ഗസ്റ്റ് ഹൗസിലാണ് താമസം. വെരി ഗുഡ്. താൻ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. ഓക്കെ സാർ. പേന എവിടെ വെച്ചേക്ക്? ഇപ്പൊ മേശപ്പുറത്ത് അടിച്ച പേന എവിടെ വെയ്? എന്താ അത്? വലത്തെ പോക്കറ്റ് മുഴിച്ചിരിക്കുന്നുണ്ടല്ലോ. എടുക്കെടുക്ക്, എടുക്കടോ. എന്താടോ ഇത്? കൊച്ചു പിള്ളേരെ പോലെ പീപ്പിയും പേരക്കയും. ഇതാ പോക്കറ്റടിക്കാരൻ വാസുവിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയാണ് സാർ. തനിക്കിത് എന്തിന്റെ അസുഖ? ഇൻവെസ്റ്റിഗേഷന് തുമ്പ് എവിടെന്നാ കിട്ടുകയെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ സാർ. ഓഹോ, ദേ അവിടെ ചെന്ന് മെർലിന്റെ ഒന്ന് തപ്പരുത്, പറഞ്ഞേക്കാം. തനിക്കൊരു വിചാരമുണ്ട്, താൻ വലിയ സുന്ദരനാണ്. എന്നാലല്ല. പക്ഷെ മെർലിൻ കാണാൻ കുറച്ച് സുന്ദരിയാണ്. താൻ അവിടെ കയറി ചെത്തി വാരിക്കളയരുത്. തൊപ്പി ഊരിക്കോട്ടെ സാർ. ഊരിക്കോ മോനെ. ബാബുക്കുട്ട എന്താ പറഞ്ഞത്? തനിക്ക് പണ്ടേ അറിയാലോ. എടോ, എന്നെ കണ്ട ഏത് പെണ്ണൊന്ന് വാരും ചെത്തും. താൻ കുറച്ച് വെളുത്തിട്ടാണെന്നല്ലേ ഉള്ളൂ, പക്ഷെ സ്മാർട്ട്. മാത്രമല്ല, ഈടായിട്ട് വെളുത്തവരെ പെണ്ണുങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എടോ, ഞാനും കുറെ ചെത്തിയിട്ടുള്ള, അതിന്റെ പകുതി താൻ ചെത്തിയിട്ടുണ്ടോ? അതുപോട്ടെ, താൻ ആരെ ചെത്തിയെന്നായി പറയുന്നത്? അറിഞ്ഞൂടാ. റീസ, ശുഭ, KP ധനലക്ഷ്മി, അതൊക്കെ ഞാൻ ചവച്ചു തുപ്പിയ കേസുകൾ. തൊപ്പിയിട്, തൊപ്പിയിട്. യെസ്, കമിൻ. സാർ, 4 മണിക്കാണ് കോൺഫറൻസ്. ഞാൻ റെഡി ആയിക്കൊള്ളാം. ഫയൽ എടുത്തോളൂ. മിസ്റ്റർ അപ്പുക്കുട്ടൻ, 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് കിട്ടണം. അവർക്ക് വേണ്ട സെക്യൂരിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കും. പോയിക്കോളൂ. അവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി അങ്ങ് പോവാന്ന് വെച്ചത്. അതുവഴി പോയാൽ എങ്ങനെ? എനിക്കാ മതിൽ കയറാൻ പറ്റില്ലല്ലോ. വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ചുമ്മാ കളി തമാശ എടുക്കാതെ രമേശ. ഒന്നിറങ്ങി നേരെ ചൊവ്വയുള്ള വഴിയെ പോ. നീ അറിയാതെ ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എന്നെ പിന്തുടരാനോ? കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? എന്ത് ശബ്ദം? മെതിയടി ശബ്ദം. മെതിയുടെ ശബ്ദമൊന്നും ഞാൻ കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട്, മരണത്തിന്റെ മെതിയടി. അങ്ങോട്ട് പോവാ, വരുന്നോ? രമേശ, ഇനി നീ എന്നെ വെട്ടിച്ചു പോയാൽ സത്യമായിട്ടും ഈ ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ചുകളെ. ആയിക്കോ, എനിക്കേ എളുപ്പം ചെന്നിട്ട് കാര്യമുണ്ട്. മരണത്തിന്റെ മെതിയടി. എന്താ എന്താ പ്രശ്നം? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഹലോ, ഞാനൊരു പേപ്പർ റിപ്പോർട്ടറാണ് സംസാരിക്കുന്നത്. മിസ് മെർലിൻ ഉണ്ടോ? ഇല്ല, മേഡം ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? എവിടെയാന്നറിയില്ല. എപ്പ വരും? നാളെ വരുമെന്നാ പറഞ്ഞേ. ഓ, അവരവിടെ ഇല്ല സാർ, നാളെ വരുള്ളൂ. ഒറ്റ വീക്ക് വെച്ചതിന് ഞാൻ പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിച്ചോളാം സാർ എന്നെനിക്ക് വാക്ക് എന്നിട്ട് ഒരുമാതിരി പാളയിൽ കാളമെടുക്കുന്ന ശബ്ദത്തിലല്ലോ താനിപ്പോ സംസാരിച്ചത്. വയ്യെങ്ക് തൊപ്പി ഊരി വെച്ച് സലാം പറഞ്ഞിട്ട് പോടോ. ഇനിയിപ്പോ അവരെവിടെ ചെന്ന് തപ്പാനാ? ചേട്ടാ, വന്നിപ്പോ വാദിയെ പിടികൂടാനാണല്ലോ വലിയ പാട്. ഈ കാസറ്റ് മുഴുവൻ ആ 2 വരികൾ മാത്രം ടേപ്പ് ചെയ്തിരിക്കുക. ഇതെന്ത് തരം വൈറസ് ആണെന്ന് മനസ്സിലാവുന്നില്ല. നേരെല്ലാം ചൊല്ലിത്ത ആരെല്ലാം നിനക്കുണ്ട്. കേട്ടിട്ട് തനിക്കെന്ത് തോന്നുന്നു? നിഗൂഢമാണ് ആ വരികൾ. അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഈരടികൾ ഒക്കെ സമ്മതിച്ചു. പക്ഷെ ഇപ്പോ നമ്മുടെ കയ്യിലും മനോഹരമായ 3-4 കൊലക്കേസുകളുള്ളപ്പോ എന്തിനാ ഇതിന്റെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത്? എടോ, പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് പനി പിടിക്കാതെ നോക്കുന്നതല്ലേ? എന്തോന്ന്?
പനി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആ. പനി പിടിക്കാതെ നോക്കുന്നതല്ലേന്ന്. അതിനിപ്പോ ആർക്കാ ഇവിടെ പനി? എനിക്ക് പിടികിട്ടിയില്ല, ഒന്നുകൂടെ വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഈ രോഗാണു ബാധിച്ചു കുറ്റവാളിയായവരെയാണല്ലോ നമ്മൾ പോലീസിന്റെ കൈ കിട്ടുന്നത്. ആ. രമേശിനെ രോഗാണു ബാധിക്കാതെ നോക്കണം, കുറ്റവാളിയാകാതിരിക്കാൻ നോക്കണം. ഓ, ഇത് പറയാനാണോ ഇത്രയും വളച്ചു കെട്ടിയത്? അതായത് ഒരു നവ പോലീസ് ചിന്തയുടെ ഒരു 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 യുഗപ്പിറവി. കറക്റ്റ്, എക്സാക്ട്ലി. കൊള്ളാം, എനിക്കും ഇപ്പൊ ഒരു പുതിയ ഉണർവൊക്കെ തോന്നുന്നുണ്ട്. തോന്നണം. കാരണം അവൻ കുറ്റവാളിയായി കഴിഞ്ഞാൽ 3 or 4 കൊലയല്ല, അതിനപ്പുറത്തൊക്കെ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് ആ ഉണർവ് വിടാതെ നേരെ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് ചെല്ലേ. സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെർലിൻ ഇപ്പോൾ ഒരു പുതിയ വീട്ടിലാണ് താമസം. അവിടെ വരുന്ന എല്ലാ കോളുകളും ടാപ്പ് ചെയ്യണം. ഏത് നമ്പറിൽ നിന്നാ വിളിച്ചതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ? ഓക്കെ സാർ. കമ്മീഷണർ ഈ പെറ്റീഷന്റെ കാര്യം എന്നെ തന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ കരുതി ഈ രമേശൻ വല്ല കടുവയോ പുലിയോ മറ്റോ ആയിരിക്കുമെന്ന്. ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ കാര്യം. ഹ്, ഇത് ചെറുപ്പത്തിന്റെ ഒരു ഗോഷ്ടി എന്നങ്ങ് വിചാരിച്ചാ പോരെ IG വരെ പോയൊരു പെറ്റീഷൻ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാർ, ഞാനാണ് രമേശ്. എന്നെ ഇവിടെ വരാൻ അനുവദിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കതിനേക്കാൾ 10 ഇരട്ടി നന്ദി അങ്ങോട്ടുണ്ട് രമേശ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനാ? കൃഷ്ണൻകുട്ടി വിലങ്ങൾക്ക്. അതാണ് ചോദിച്ചത്, എന്തിനാന്ന്. വെക്കണോ വിലങ്ങ്? ഓൺ വാട്ട് ചാർജ്? എന്നാ പിടിച്ചേ, മിസ്റ്റർ രമേശിനെ അകത്തേക്ക് വിട്ടേക്കൂ. അത് പറ്റില്ലല്ലോ. IG-ക്ക് പോയ പെറ്റീഷനാണ്. കമ്മീഷണറുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അത് പറ്റില്ലെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? അത് പറ. ആ കയ്യിലിരിക്കുന്ന പേപ്പർ സാറൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കോർട്ടിൽ നിന്നുള്ള ഓർഡറാ, മുൻകൂർ ജാമ്യം. അല്ല, ഇതിപ്പോ എവിടുന്ന് കിട്ടി? അതിലല്ലേ ഞങ്ങൾ ഈ കുപ്പായോട്ട് ബോർഡും തൂക്കിയിരിക്കുന്നത്. രമേശിനെ അകത്തേക്ക് വിട്ടേക്കൂ. അല്ല, ഈ പെൺകുട്ടിയുടെ പ്രോഗ്രാമിന് ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ. അതൊക്കെ നമുക്ക് കോടതി പറയാം. കമാൻഡ് രമേശ്, ലെറ്റ്സ് ഗോ. ഞാനിത് മെർലിന് കൊടുക്കുമ്പോ നിയമപരമായി സാറും കൂടെ വേണം. സാർ വാ. അല്ല, വരാതെ പറ്റില്ലല്ലോ. രമേശ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പൂ കൊടുക്കണമെന്ന് നിർബന്ധമാണോ? അതെ. എന്താ? അല്ല, എന്റെ കംപ്ലീറ്റ് ഗ്ലാമർ പോകുന്ന പ്രശ്നമാണേ. പോയിക്കോട്ടെ. ശരിയാ, കോർട്ട് ഓർഡർ ഉള്ളപ്പോ എന്തോന്ന് ഗ്ലാമർ അല്ലേ? ഇതാ മെർലിൻ. ഇപ്പോഴും എന്നോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നാത്തത് കഷ്ടമാണ്. ഇതെനിക്ക് മെർലിനോടുള്ള ഇഷ്ടത്തിന്റെയും ആരാധനയുടേതുമാണ്. ഇത് നമ്മുടെ സാധാരണ പൂക്കളില്ലേ, അതാണ്. വാങ്ങിച്ചോളൂ. താങ്ക് യു. പ്രോഗ്രാം കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. ഗുഡ് ലക്ക്. ഞാൻ രമേശാണ്. ഞാൻ അറിഞ്ഞു സാറിനാണ് മെർലിന്റെ സെക്യൂരിറ്റിയുടെ ചുമതല എന്ന്. ആയിരിക്കാം. സാർ, മെർലിൻ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പിന്നെ നാളെ മെർലിന്റെ പരിപാടികളുടെ തുടക്കമാണല്ലോ. ആ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മെർലിൻ ഒരു പൂച്ചെണ്ട് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതെന്റെ ഒരു ആഗ്രഹമാണ്. ദയവ് ചെയ്ത് സാർ അതിന് സമ്മതിക്കണം. വന്നോളൂ. പൂച്ചെണ്ട് കൊടുക്കാൻ ധൈര്യമായിട്ട് വന്നോളൂ. എനിക്ക് നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കാണാലോ. താങ്ക് യു സാർ. സാർ, ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് സംസാരിക്കുന്നത്. നാളത്തെ പരിപാടിക്ക് മുമ്പ് ഒരു പൂച്ചെണ്ട് കൊടുക്കാൻ വന്നോട്ടെ എന്നവൻ വിളിച്ചു ചോദിച്ചു. ആര്? ശരി സാർ. മിസ്റ്റർ അപ്പുക്കുട്ടൻ, എന്താ നിങ്ങൾ ഈ കാണിച്ചത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയാളോട് നിങ്ങൾ എന്തിനാ വരാൻ പറഞ്ഞത്? മാഡം, ഇത് ബോംബെ പോലീസോ ഡൽഹി പോലീസോ ഒന്നുമല്ല, നമ്മുടെ സംസ്ഥാന പോലീസാണ്. ഞങ്ങൾക്ക് ചില മുറകളും രീതികളും ഒക്കെ ഉണ്ട്. അവൻ നിങ്ങളെ കാണില്ല, നിങ്ങളുടെ പ്രോഗ്രാമും കാണില്ല. എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് കുത്തി ചോദിച്ചോളൂ. അപ്പോഴേ ഏതായാലും സാർ അയാളോട് വരാൻ പറയണ്ടായിരുന്നു. അവൻ വരുന്നു എന്ന് പറഞ്ഞു, ഞാൻ വന്നോളാൻ പറഞ്ഞു. അവൻ കാശ് മുടക്കി അവന്റെ കഴുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പിടിച്ചോളാൻ പറയുമ്പോൾ, വേണ്ട രമേശ, നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ, ഞങ്ങൾ വന്ന് നിന്നെ ഓടിച്ചിട്ട് പിടിച്ചോളാം എന്ന് പറയാൻ ഇതെന്താ കള്ളനും പോലീസും കളിയാ? മാർപ്പാപ്പാനെ കുർബാന പഠിപ്പിക്കണ്ട കേട്ടാ. എവിടെടോ ജീപ്പ്? എടോ, ജീപ്പ് എവിടെയെന്ന്? ഇപ്പൊ വരും സാർ.
ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ പിള്ളേരെ വീട് വരെ ഒന്ന് വിടാൻ പോയതാ. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, എവിടുത്തെ ഡിവൈസ് പേടോ കലി പിടിച്ച എല്ലാത്തിനെയും ഞാൻ വാരി വലിച്ചിടിക്കും. പോയി കൊണ്ട് വാടോ ജീപ്പ്. അപ്പുക്കുട്ടാ, രമേശും മെർലിനും ഇന്ന് രാത്രി മീറ്റ് ചെയ്യുന്ന സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഫ്രണ്ട്ലി മെത്തേഡോ പോലീസ് മുറയോ ഏത് വേണേലും ഉപയോഗിച്ചോളൂ. ആ കുട്ടി പെറ്റീഷൻ പിൻവലിച്ചു. അയച്ചു വിളിച്ചു പറഞ്ഞു ഈ കേസിൽ മുമ്പോട്ട് പോണ്ടെന്ന്. പിന്നെ ബാബുക്കുട്ടന് മാത്രം എന്താ ഇത്ര നിർബന്ധം? പറയുന്നത് കേട്ടാ മതി. തൊപ്പി വെക്കടോ. ഈ കേസിൽ ഇനി ഞാൻ വാദിയും പ്രതിയെ നോക്കാൻ പോകുന്നില്ല, എല്ലാത്തിനും ഇടിച്ച് നിരപ്പാക്കാൻ പോവുക. അതിന്റെ പ്രത്യേകത ഡിപ്പാർട്ട്മെന്റ് നേരിടട്ടെ. ഇതാണോ പോപ്പ് മ്യൂസിക്കാരി മെർലിന്റെ ഗസ്റ്റ് ഹൗസ്? അതെ. താനെന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത്? താനെന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നതെന്ന്? ഞാൻ അവരുടെ മേക്കപ്പ് മാനാണ് സാർ. മേക്കപ്പ് ആണെന്ന് മനസ്സിലായി. പക്ഷെ മുഖത്ത് പ്രായവും വരുത്തി ഒരു കൊടവയറും ഫിറ്റ് ചെയ്താൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? രമേശ, ഐജിക്കാണ് പരാതി. തന്റെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. പീറ്ററെ, ഒന്നിങ്ങ് വന്നേ. എന്തിട്ടാ പ്രശ്നം നോക്കിയേ? എന്താ സർ? അപ്പക്കുട്ടൻ, CI അപ്പക്കുട്ടൻ. ഇയാളാരാണ്? എന്താണ് പേര്? പീറ്റർ. ഒന്നുകൂടെ നോർത്ത് നോക്കിയ വല്ല രമേശൻ എന്നോ മറ്റാണോ ശരിക്കുള്ള പേര് മിസ്റ്റർ പീറ്റർ? അല്ല സർ, ഞാൻ പീറ്റർ, ഗിറ്റാറിസ്റ്റ്. ഗിറ്റാറിസ്റ്റ് ആണ്. ഇതൊക്കെ കൂടി കണ്ടപ്പോ എനിക്ക് മിസ് മെർലിനെ ഒന്ന് കാണണമല്ലോ മിസ്റ്റർ പീറ്റർ. അതെന്താ സർ, കാണാലോ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പറയൂ. ഇവിടുന്ന് ഒരു പരാതി അയച്ചിരുന്നല്ലോ ഐജിക്ക്. കമ്മീഷണർ അതിന്റെ അന്വേഷണ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പുക്കുട്ടനല്ലേ? അതെ. എന്താ, എങ്ങനെ മനസ്സിലായി? കമ്മീഷണർ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല ഈ പണി. അനുനിമിഷം അവൻ ആളെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുക. എന്തോന്നാ അപ്പുക്കുട്ട ഈ മാരാര പരമേശ്വര? പരമേശ്വര? ബാക്കി വായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ കാര്യം? അപ്പുക്കുട്ട, ഈ സാധനത്തിന് പറഞ്ഞു വെച്ചിരിക്കുന്ന വില എത്രന്നറിയോ? എത്ര? കോടിക്കണക്കിന് രൂപയാ. കൊടുത്ത് നമുക്ക് പപ്പാതി എടുക്കാം. അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. വരട്ടെ. ഒരു പക്ഷേ തന്റെ ഈ തുമ്പിലായിരിക്കും രമേശിന്റെ ചരിത്രം ഉറങ്ങുന്നത്. Three of you this side, three of you that side, two of you keep the gate. ചിലപ്പോ വെടിവെപ്പ് ഉണ്ടായേക്കാം. അപ്പൊ കമിഴ്ന്ന് കിടന്നാ മതി. All of you disperse. പോവാം. Everybody come back. Everybody come back. മുൻകൂർ ജാമ്യം വല്ല ഉണ്ടോടാ? ഉടനെ ഇല്ല. പിടിച്ച് കേറ്റന്റെ കൃഷ്ണകുട്ടി ജീപ്പില്. വണ്ടി എടുക്കണോ?